വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിൽ അട്ടമലയിൽ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. അട്ടമല സ്വദേശി ബാലകൃഷ്ണൻ എന്ന 27 വയസ്സുകാരനായ ആദിവാസി യുവാവാണ് മരിച്ചത്. വയനാട്ടിൽ തുടർച്ചയായ 2ാം ദിവസമാണ് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സുർജിത്ത്, ഇപ്പോൾ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ്. ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രദേശവാസികളുമായി ഏറ്റവും അധികം ബന്ധമുള്ള ഒരാളാണ് ബാലകൃഷ്ണൻ. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. അതായത് ഇവിടെ ഈ എറാട്ടുകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ വീട്ടിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കാട്ടാനാക്രമണം ബാലകൃഷ്ണൻ നേരെ ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവരെ എവിടെയാണ് ഇവർ ശരിക്കും എസ്റ്റേറ്റ് പാടിയിലാണ് താമസമുള്ളത്. അപ്പോൾ അവിടെ ഇവർ താമസിച്ചുകൊണ്ടാണ് കാട്ടിലേക്ക് പോകലും വനോപയോഗങ്ങളൊക്കെ ശേഖരിക്കാൻ കാട്ടുപോകലും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ഇന്നലെ യാദൃശ്ചികമായ ഒരു 8 മണിക്ക് ചൂരൽമലയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് അവൻ്റെ അമ്മേനെയും അച്ഛനെയും കണ്ടിട്ട് ഇതുവഴി അവൻ്റെ കോളനിയിലേക്ക് പോയതാണ് അവൻ. അപ്പോഴാണ് ഇവിടുന്ന് പെട്ടെന്നുള്ള ആനയുടെ ആക്രമണം ഉണ്ടാകുകയും അവൻ മരണപ്പെടുകയും ചെയ്തത്. അച്ഛനും അമ്മയും എസ്റ്റേറ്റ് പാടിയിലാണ് താമസം. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ, അതായത് അച്ഛനും അമ്മേനെയും കണ്ടിട്ട് അവരെ കോളനിയിൽ നിന്നെങ്കിൽ ഇവർക്ക് കാട്ടിലാണ് ഇവരധികം വനവിഭവങ്ങൾ ശേഖരിക്കൽ, തേനയും മറ്റേ എല്ലാ സാധനങ്ങളും കാട്ടിൽ നിന്ന് ശേഖരിച്ച് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചാണ്. അപ്പോൾ ഒരു 8 മണിക്ക് ചൂരൽമലയിൽ നിന്ന് കുറച്ച് സാധനവും മേടിച്ച് നേരെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ആൾക്കാർ ഇതില്ലാത്തതുകൊണ്ട്, ഈ ഉരുൾപൊട്ടിയത് കാരണം ആൾ താമസമില്ലാത്തതുകൊണ്ട് ആനകൾ ഒരു 7 മണിയാകുമ്പോൾ തന്നെ റോട്ടിലേക്ക് ഇറങ്ങാനുള്ള സംവിധാനം ഇത് വരുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ ആൾ താമസമില്ലാത്തത് കാരണം ആനേൻ്റെ പ്രശ്നങ്ങളുണ്ട്. ചക്കിയാണ് ആദ്യം കണ്ടിട്ട് എന്നെ വിളിച്ചു. ചക്കി വിളിച്ചിട്ട് ഇവരെ കയ്യിൽ ഫോൺ നമ്പർ, അത് എന്നെ മാത്രമേ അവർ വിളിക്കാനുള്ളൂ. അവർക്ക് ഒരാളെ അറിയുള്ളൂ. അവർ എന്നെ വിളിക്കും, അല്ലെങ്കിൽ ഫോറസ്റ്റിനെ വിളിക്കും. എന്നെ വിളിച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ വണ്ടി എടുത്ത് വന്നു. അങ്ങനെ ഞാനും ഞങ്ങളെ എസ്റ്റേറ്റ് മാനേജറുണ്ടായി. മാനേജറും ഞങ്ങൾ രണ്ടാളും തിരിച്ച് വരുമ്പോഴേക്കും ഫോറസ്റ്റ് വണ്ടി എത്തി. അങ്ങനെയാണ് ഇത് പുറം ലോകം അറിയണത് തന്നെ. എന്തായാലും ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ ഈ ചക്കി എന്ന് പറയുന്ന ചേച്ചിയാണ് ആദ്യം കണ്ടത്. ഇവരുടെ ബന്ധു കൂടിയാണ്. മറ്റു ബന്ധുക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്. അവരെല്ലാവരും ഇവിടെ ഇങ്ങനെ ദുഃഖാർത്ഥമായൊരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. നമുക്ക് ആ ചേച്ചിയോട് തന്നെ ചോദിക്കാം എന്താണ് കണ്ട കാഴ്ച എന്നുള്ളത്. ആ ചേച്ചി തന്നെ, ചക്കി എന്ന് പറയുന്ന ചേച്ചിയാണ്. ചേച്ചി തന്നെ പറയും. ചേച്ചി എങ്ങനെയാണ് അത് കണ്ടത്? രാവിലെ എപ്പോഴാണ് കണ്ടത് ചേച്ചി? രാവിലെ വന്നു കണ്ടു. കോളനിക്ക് പോയാൽ നമ്മളാ അവകളെ നോക്കാൻ എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു നോക്കുമ്പോൾ ഇങ്ങോട്ടും ആളിരിക്കുന്നു. ഇന്ന് അവിടെയൊക്കെ വന്നു. എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമാണോ? ആന കാണാറുണ്ടോ? ഇല്ല, ഇന്നും അധികമേ ഇറങ്ങി. ഇവിടെയൊക്കെ വന്ന് നോക്കിച്ചു. നമ്മൾ അവിടെയും പോയി പറഞ്ഞു കൊടുത്തു. എൻ്റെ ആളെയൊക്കെ നമ്മൾ വിളിച്ചു. ചാറുമാകെ ചാത്തു കോളനി വെച്ചൊക്കെ വിളിച്ചു. ചേച്ചി കുടുംബക്കാരിയാണോ? ഈ ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരിയാണോ? ബാലകൃഷ്ണന്റെ ബന്ധുവാണോ ചേച്ചി? ബന്ധു ഇതാ തള്ളേ. അവരാണ് ബന്ധു അല്ലേ? അമ്മ. അച്ഛനും ഇവിടെ ഉണ്ടല്ലോ. അച്ഛൻ അവിടെ കറുപ്പ്. ഇവരൊക്കെ ഈ ബാലകൃഷ്ണന്റെ ബന്ധുക്കളാണ്. ഇവരൊക്കെ അമ്മയാണത്. അമ്മ ഒപ്പം തന്നെ മറ്റു ബന്ധുക്കൾ ഇവരൊക്കെ ഉണ്ട്. ഈ ചക്കി എന്ന് പറയുന്ന ചേച്ചിയാണ് ആദ്യമായി ഈ ഇങ്ങനെ മൃതദേഹം കിടക്കുന്നത് കാണുന്നത്. തുടർന്ന് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നേരത്തെ നമ്മളോട് സംസാരിച്ച ആളോട് ഇതുമായി ബന്ധപ്പെട്ട വിവരം പങ്കുവെക്കുകയായിരുന്നു. ആ വിവരം പങ്കുവെച്ചു. അതിനുശേഷം മറ്റ് കാര്യങ്ങൾ, നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരമറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഇപ്പോൾ അവിടെ തിരക്കിട്ട ചില കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. DFO അജിത് കെ രാമനുമായി വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ സംസാരിക്കുന്നുണ്ട്. CPMന്റെ ജില്ലാ സെക്രട്ടറി K റഫീഖ് ഉണ്ട്. ഇവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഹാരിസ് ഉണ്ട്. ഒപ്പം തന്നെ മറ്റ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, പഞ്ചായത്ത് അധികൃതർ, അവർ എല്ലാം തന്നെ സംസാരിക്കുകയാണ്. നേരത്തെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജു ഹെജിമാടി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യം 25 ലക്ഷം രൂപയെങ്കിലും ഈ കുടുംബത്തിന് ധനസഹായം നൽകണം. മാത്രമല്ല ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ ഒരു വ്യക്തതയും തീരുമാനവും ഉണ്ടാകണം. അല്ലാത്ത പക്ഷം ഒരു തരത്തിലുള്ള നടപടിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ നിലവിലൂടെ ഇൻക്വസ്റ്റ് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതിനകത്തൊരു തീരുമാനം, വ്യക്തമായൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കർശനമായ രീതിയിലുള്ള നടപടിയിലേക്ക്, സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാവുന്നത്. CPIയുടെ നേതാവ് മൂർത്തിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വിവിധ
രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ, പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ തിരക്കിട്ട കൂടിയാലോചനകൾ DFOയുമായി നടത്തുന്നത്. DFO അജിത് കെ രാമനുണ്ട്, പഞ്ചായത്ത് പ്രതിനിധികൾ എല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. 25 ലക്ഷം രൂപയെങ്കിലും ഈ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാകണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉയരുന്നത്. നിരന്തരം കാട്ടാന ശല്യമുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ തോട്ടങ്ങൾ ഈ ദുരന്തത്തിന് ശേഷം പലപ്പോഴും തോട്ടങ്ങൾ വലിയ രീതിയിൽ അടഞ്ഞു കിടക്കുന്നൊരവസ്ഥയുണ്ടായിട്ടുണ്ട്. പലയിടങ്ങളും കാട് കയറിയ അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതാണ് ഒരു ദുരവസ്ഥയായി നിലനിൽക്കുന്നത്. നിരന്തരം കാട്ടാനകൾ ഇവിടെ ഇറങ്ങുകയും കാട്ടാനകൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതാണൊരവസ്ഥ. എന്തായാലും മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്താണ് നിങ്ങളുടെ ഇതിനകത്തുള്ള ഒരു നിലപാട്? ഞങ്ങൾ നിരന്തരം ഇത്തരം ആക്രമണങ്ങളിൽ ഞങ്ങളുടെ ആളുകളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ആക്രമണമാണ്. ഞങ്ങൾ പറയുന്നത് ഈ മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. അത് സർക്കാർ കാണുന്നില്ല.